സംസ്ഥാനത്ത് വനവിസ്തൃതിയേക്കാൾ കൂടുതൽ വന്യജീവികൾ ഉണ്ട് എന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ സമ്മതിക്കുന്നു നിയമസഭയിൽ. ഇത് നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണ്. വന്യജീവികൾ നശിപ്പിക്കുന്ന കൃഷിക്ക് നഷ്ടപരിഹാരം നൽകാൻ കഴിയുമോ എന്ന് സർക്കാർ പരിശോധിക്കും. നഷ്ടപരിഹാരത്തിനായി ട്രൈബ്യൂണൽ തുടങ്ങുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. നമ്മുടേത് വളരെ ഇത് കൂടിയ ഒരു ഭൂമിയാണുള്ളത്. അപ്പോൾ ആ ഭൂമിയുടെ വന മേഖലയുടെ അളവനുസരിച്ചുള്ളൊരു തോതിലുള്ളതല്ല ഇപ്പോഴത്തെ വന്യമൃഗ പ്രക്രിയ എണ്ണം എന്നുള്ളത് കൊണ്ട് അത് കൺട്രോൾ ചെയ്യാണ് നമ്മൾ വേണ്ടത്. കാർഷിക വിളകൾക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച സജീവമായി നടന്നുകൊണ്ടിരിക്കുക. ആക്സിഡൻറ്റിന് ഒരു ട്രൈബ്യൂണൽ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് പോലെ വനം വകുപ്പിലും അങ്ങനെ ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമോ എന്നാണ്. അതൊരു നല്ല നിർദ്ദേശമാണ്. ആ നിർദ്ദേശം സംബന്ധിച്ച് വിദഗ്ധന്മാരുമായും ധനകാര്യമന്ത്രിയുമായും നിയമമന്ത്രിയും ഒക്കെ ആലോചിച്ച് മാത്രമേ എനിക്ക് അത് സംബന്ധിച്ചൊരു കമ്മിറ്റ്മെൻറ്റ് സഭയ്ക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വിവരങ്ങളുമായി സാജിദ് അജ്മൽ. സാജിദ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ വനത്തിൻ്റെ വാഹകശേഷിയേക്കാൾ കൂടുതൽ വന്യമൃഗങ്ങൾ ഇവിടെ ഉണ്ട് എന്ന കാര്യം നേരത്തെ പല കർഷക സംഘടനകളുമൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യം ആദ്യമായി സർക്കാർ സമ്മതിക്കുകയാണ്. അപ്പോൾ വാഹകശേഷിയേക്കാൾ കൂടുതൽ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, അതിനെന്ത് പരിഹാരം വേണമെന്ന കാര്യത്തിൽ സർക്കാരിന് ഒരു നിലപാടുണ്ടോ, അഭിപ്രായമുണ്ടോ? അതിൻ്റെ സൂചന മന്ത്രി ഇന്ന് നിയമസഭയിൽ നൽകുന്നുണ്ടോ? എന്താണ് ആ കാര്യത്തിൽ അദ്ദേഹം നൽകുന്ന വിശദീകരണം? നിഷാദ് സൂചിപ്പിച്ച പോലെ വിവിധ കർഷക സംഘടനകളും മലയോരത്ത് ജീവിക്കുന്ന ആളുകളുടെയും പ്രധാനപ്പെട്ടൊരു വാദമായിരുന്നു കാടിനെ ഉൾക്കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ വന്യജീവികൾ, പ്രത്യേകിച്ച് ആനയും അതുപോലെ തന്നെ കാട്ടുപോത്ത്, കാട്ടുപന്നി തുടങ്ങിയവയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത്. ഇത് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വനം മന്ത്രി സമ്മതിക്കുകയാണ്. നമ്മുടെ വനവിസ്തൃതിയേക്കാൾ കൂടുതൽ വന്യജീവികൾ ഉണ്ട് എന്നുള്ളത്. ഇത് നിയന്ത്രിക്കണം, പക്ഷേ അത് നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് മാത്രം അതിൽ അധികാരമില്ല. അതിന് കേന്ദ്ര സർക്കാരിന്റെ കൂടി ഈ സഹായം ആവശ്യമാണ്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ പ്രതിപക്ഷത്തിന്റെ കൂടി സഹകരണം വേണമെന്നുള്ളതാണ് മന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. അത് ഈ വന്യജീവികളുടെ ഈ ജനനം നിരക്ക് നിയന്ത്രിക്കണം. അതോടൊപ്പം തന്നെ ചില വന്യജീവികളെ ഈ കൊന്നൊടുക്കണം, പന്നി ഉൾപ്പെടെയുള്ളവ കൊന്നൊടുക്കേണ്ടി വരും. ഇതിനെല്ലാം തന്നെ ഈ സംസ്ഥാന സർക്കാരിന് മാത്രം ഒരു നിയമനിർമ്മാണം നടത്തുകയോ ഒരു ഇടപെടൽ നടത്താനോ കഴിയില്ല. അതിന് കേന്ദ്ര തലത്തിൽ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അതിന് കേന്ദ്ര സർക്കാരിനെ സമീപിക്കും എന്നുള്ളതാണ് വനം മന്ത്രി പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നഷ്ടപരിഹാരമായി ഇപ്പോൾ ഈ വന്യജീവി ആക്രമണത്തിൽ ഈ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് പരമാവധി 10 ലക്ഷമാണ് നഷ്ടപരിഹാരമായി നൽകുന്നത്. ഇത് വർദ്ധിപ്പിക്കണം. ഇതിന് ഈ റോഡ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നഷ്ടപരിഹാരം നൽകുന്നതിന് സമാനമായ രൂപത്തിൽ നഷ്ടപരിഹാരം നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ നിയമസഭയിൽ ഉയർന്നു വന്നത്. ഇത് നല്ല നിർദ്ദേശമാണെന്നും ഇതിന് ഒരു ട്രൈബ്യൂണൽ തന്നെ ഈ സ്ഥാപിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അത്തരം ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അത് ഉണ്ടാകും എന്ന് പറയുന്നു. മറ്റൊരു കാര്യം, ഈ കൃഷി നശിപ്പിക്കുന്നത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് വന്യജീവികൾ. ഇതിന് ഈ വലിയ നഷ്ടപരിഹാരമൊന്നും ലഭിക്കുന്നില്ല. ഈ കർഷക വിളകൾ നശിപ്പിക്കപ്പെടുമ്പോൾ അതിന് ഈ നഷ്ടപരിഹാരം വനംവകുപ്പ് തന്നെ നൽകുന്ന കാര്യം കൂടി സർക്കാരിന്റെ പരിഗണനയിലുണ്ട് എന്നും വനമന്ത്രി പറയുന്നു. നിഷാദ്. ശരി, സാജിദാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ വനത്തിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ എന്ന് വെച്ചാൽ സഹിക്കാവുന്നതിലും കൂടുതൽ, താങ്ങാവുന്നതിലും കൂടുതൽ മൃഗങ്ങളുണ്ട് എന്നാണ് മന്ത്രി സമ്മതിക്കുന്നത്.